ഞങ്ങൾക്ക് മീശ പിരിച്ച് മുണ്ടുമടക്കി കുത്തിയ ലാലേട്ടൻ മതിയെന്ന് അവർ. അല്ല ഇതിനാണ് ഗ്രേസ് എന്ന് മറ്റൊരു കൂട്ടർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ബെല്ലൈക്കൺ അമർത്തുക. മോഹൻലാൽ ഈ പരസ്യത്തിൽ ഇങ്ങനെ അഭിനയിക്കരുതായിരുന്നു എന്ന അഭിപ്രായങ്ങളുമായി ഒരു വിഭാഗം ആരാധകരും രംഗത്തുണ്ട്. പരമ്പരാഗത രീതികളെ പൊളിച്ചെഴുതി മോഹൻലാൽ പ്രത്യക്ഷപ്പെട്ട വിൻസ്മേര ജ്വല്ലറിയുടെ പരസ്യമാണ് ആരാധകർക്കിടയിലെ ചൂടുള്ള ചർച്ച. എത്ര അനായാസമാണ് സ്ത്രൈണഭാവങ്ങളുമായി മോഹൻലാൽ തനിക്കുള്ളിലെ അഭിനേതാവിന്റെ വ്യാപ്തി പുറത്തെടുത്ത് ലോകത്തെ വീണ്ടും വിസ്മയിപ്പിക്കുന്നത്. നൂലിഴ വ്യത്യാസം പിഴച്ചാൽ ട്രോളായി മാറിയേക്കാം എന്ന വെല്ലുവിളിയാണ് മോഹൻലാൽ ഇവിടെ ഏറ്റെടുത്തത്. അതിന് വലിയ കയ്യടിയും ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ മുണ്ടുമടക്കി മീശ പിരിച്ചു വരുന്ന ലാലേട്ടനെ മതി ഞങ്ങൾക്ക് എന്ന വാദവുമായി ഒരു വിഭാഗം ആരാധകരും എത്തുന്നു. ജ്വല്ലറികളുടെ പരസ്യങ്ങളിൽ സ്ത്രീകൾ മതി എന്ന ചിന്താഗതി മനസ്സിൽ ഉറപ്പിച്ച സമൂഹത്തിന് മുൻപിലേക്കാണ് പ്രകാശ് വർമ്മ മോഹൻലാലിനെ ഈ വിധം അവതരിപ്പിക്കുന്നത്. പുരുഷന്മാരിലെ സ്ത്രൈണതയെ നെറ്റിച്ചുളിച്ച് കാണുന്നവരുടെ മുൻപിലേക്ക് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ തന്നെ നൈത്രഭാവങ്ങളുമായി എത്തുമ്പോൾ അത് സമൂഹത്തിലുണ്ടാക്കുന്ന പോസിറ്റീവ് സ്വാധീനം വളരെ വലുതാണ്. എന്നാൽ മോഹൻലാൽ ഈ പരസ്യത്തിൽ ഇങ്ങനെ അഭിനയിക്കരുതായിരുന്നു എന്ന അഭിപ്രായങ്ങളുമായി ഒരു വിഭാഗം ആരാധകരും രംഗത്തുണ്ട്. തന്റെ കഴിവിന്റെ അതിർവരമ്പുകൾ നിങ്ങൾക്ക് നിശ്ചയിക്കാനാവുന്നതിനും അപ്പുറമാണ് എന്ന് വെറും 2 മിനിറ്റിനുള്ളിൽ തെളിയിക്കുന്ന പരസ്യം മോഹൻലാൽ തന്റെ സമൂഹമാധ്യമങ്ങളിലെ അക്കൗണ്ടുകളിലും പങ്കുവച്ചിരുന്നു. എന്നാൽ ആരാധകർ ഇരുചേരികളിലായി തിരിഞ്ഞാണ് കമന്റുകളുമായി വരുന്നത്. ഈ ആശയം മോഹൻലാലിന് ഒരു തരത്തിലും യോജിക്കുന്നതല്ല. ശോഭനയെ പോലുള്ളവർക്ക് യോജിക്കുന്നതാണ്. ഈ പരസ്യം മോഹൻലാൽ എന്ന അഭിനേതാവിന്റെ വൈദഗ്ധ്യം തെളിയിക്കാൻ മറ്റു ആശയങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. വീഡിയോയ്ക്കിടയിൽ വന്ന കമന്റുകളിൽ ഒന്ന് ഇതാണ്: മോഹൻലാൽ ഇങ്ങനെ ഒരു പരസ്യത്തിൽ അഭിനയിക്കരുതായിരുന്നു. മീശ പിരിച്ചെത്തുന്ന മുണ്ടുമടക്കി കുത്തുന്ന ആണത്തത്തിന്റെ പരമോന്നത മൂർത്തീഭാവത്തിൽ വരുന്ന മോഹൻലാലിനെ മതി ഞങ്ങൾക്ക് എന്നാണ് സമൂഹമാധ്യമത്തിൽ ഒരു വിഭാഗം ഉയർത്തുന്ന അഭിപ്രായങ്ങൾ. നമ്മുടെ പുരുഷാധിപത്യ സമൂഹം ഈ പരസ്യത്തിൽ അഭിനയിച്ചതിന് മോഹൻലാലിന് എതിരെ വരുമ്പോൾ പൗരുഷവും സ്ത്രൈണതയും ഉൾപ്പെടെ മനുഷ്യന്റെ എല്ലാ ഭാവങ്ങളും അവതരിപ്പിക്കാൻ വിരലുകളിലൂടെയൊക്കെ കഴിയുന്ന മോഹൻലാൽ എന്ന അഭിനേതാവിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്ന അഭിപ്രായങ്ങളും ശക്തമാകുന്നുണ്ട്. ലാലേട്ടാ, കുറ്റം പറയുന്നവർ കുറ്റം പറയട്ടെ. സ്ത്രീയെപ്പോലെ ഒരുങ്ങാൻ ആഗ്രഹിക്കുന്ന, സ്ത്രീയെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് പുരുഷന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. ഈ ഒരു കോൺസെപ്റ്റ് എടുക്കാൻ കാണിച്ച ധൈര്യത്തിന് കയ്യടി എന്നാണ് ഒരു ആരാധകന്റെ കമന്റ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ബെല്ലൈക്കൺ അമർത്തി ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അവതാറിനും ടൈറ്റാനിക്കിനും ഒപ്പം നിൽക്കും രാമായണ. വിമർശനങ്ങൾ നേരിടാൻ തയ്യാറെന്ന് AR റഹ്മാൻ. രാമായണം പോലൊരു സിനിമയിൽ ഹാൻസ് സിമ്മറിനൊപ്പം പ്രവർത്തിക്കുമെന്ന് ആരാണ് കരുതുക? നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ഇന്ത്യൻ ഇതിഹാസം രാമായണത്തിന് നിതീഷ് തിവാരി ഒരുക്കുന്ന ദൃശ്യാവിഷ്കാരമാണ് ഇന്ത്യൻ സിനിമാ ലോകത്തെ ഏറെ നാളായുള്ള ഒരു പ്രധാന ചർച്ചാ വിഷയം. വമ്പൻ താരനിരയും ബജറ്റുമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമയായിട്ടാണ് രാമായണം ഒരുങ്ങുന്നത്. രൺബീർ കപൂർ, സായ് പല്ലവി, യഷ് എന്നിവരാണ് സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. ചിത്രത്തിന് സംഗീതം നൽകുന്നത് AR റഹ്മാനും ഹാൻസ് സിമ്മറുമാണ്. ഹാൻസ് സിമ്മറിനൊപ്പം പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചും സിനിമയെക്കുറിച്ചും AR റഹ്മാൻ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ചർച്ചയാവുന്നത്. ഈ പ്രൊജക്ടിന്റെ ഭാഗമായതിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയില്ലെന്നും റഹ്മാൻ പറഞ്ഞു. വിമർശനം വന്നാൽ നേരിടാൻ അദ്ദേഹം തയ്യാറാണെന്നും റഹ്മാൻ പറഞ്ഞു. അവതാർ, ടൈറ്റാനിക് എന്നീ സിനിമകളുടെ നിലവാരം രാമായണത്തിന് ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണക്ട് സിനിമയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം. ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അഭിമാനമുണ്ട്. ഇത് നല്ല രീതിയിലാകണം എന്ന് ആഗ്രഹിക്കുന്നു. രാമായണം പോലൊരു സിനിമയിൽ ഹാൻസ് സിമ്മറിനൊപ്പം പ്രവർത്തിക്കുമെന്ന് ആരാണ് കരുതുക? തങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ കുറച്ച് സെഷനുകൾ ശരിക്കും മികച്ചതായിരുന്നു. ലണ്ടനിലായിരുന്നു ആദ്യ സെഷൻ. രണ്ടാമത്തേത് ലോസ് ആഞ്ചലസിലും മൂന്നാമത്തേത് ദുബായിലുമായിരുന്നു. അദ്ദേഹത്തോട് സംസാരിക്കാൻ വളരെ എളുപ്പമാണ്. ഞങ്ങൾ തമ്മിൽ അടിസ്ഥാനപരമായി സാമ്യമുണ്ട്. സംസ്കാരത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ജിജ്ഞാസയുണ്ട്. വിമർശനം വന്നാൽ നേരിടാൻ തയ്യാറാണ്, AR റഹ്മാൻ പറഞ്ഞു. രാമായണത്തിന് അവതാർ, ടൈറ്റാനിക് എന്നീ സിനിമകൾക്കൊപ്പം നിൽക്കാനാവുമെന്ന ചോദ്യത്തിന് തീർച്ചയായും സാധിക്കും എന്നും റഹ്മാൻ പറഞ്ഞു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. സിനിമയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സ്ക്രീൻ ടൈം വിഷയമല്ലെന്ന് തെളിയിച്ച കഥാപാത്രമാണ് റോളക്സ്. ലോകേഷ് കനകരാജ്. ഒരു കഥാപാത്രത്തിന് റീച്ച് കിട്ടാൻ സ്ക്രീൻ ടൈം വലിയൊരു ഘടകമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഖൈദി എന്ന സിനിമയിൽ 2.5 മണിക്കൂർ കൊണ്ട് ദില്ലി ഉണ്ടാക്കിയ അതേ ഇമ്പാക്റ്റാണ് വിക്രത്തിലെ റോളക്സും ഉണ്ടാക്കിയതെന്ന് ലോകേഷ്. സിനിമയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സ്ക്രീൻ ടൈം വലിയ ഘടകമല്ലെന്ന് തെളിയിച്ച കഥാപാത്രമാണ് റോളക്സ് എന്നും ആ വേഷത്തിന് വലിയ ഫാൻ ബേസ് ഉണ്ടെന്നും
ലോകേഷ് പറഞ്ഞു. സിനിമയിൽ വെറും 7 മിനിറ്റ് മാത്രമാണ് റോളക്സ് എന്ന കഥാപാത്രം വരുന്നതെന്നും എന്നാൽ ഈ കഥാപാത്രത്തെ നേടിയ ജനപ്രീതി ചെറുതല്ലെന്നും ലോകേഷ് കൂട്ടിച്ചേർത്തു. ഹോളിവുഡ് റിപ്പോർട്ടിന് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം. ഒരു കഥാപാത്രത്തിന് റീച്ച് കിട്ടാൻ സ്ക്രീൻ ടൈം വലിയൊരു ഘടകമാണെന്ന് താൻ കരുതുന്നില്ല. അതിന് വലിയ പ്രാധാന്യമുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല എന്നാണ് സത്യം. അയാൾ എത്ര നേരം സ്ക്രീനിൽ വന്നു എന്നതിനേക്കാൾ ഇമ്പാക്റ്റൻസ് അയാൾ ഉണ്ടാക്കിയ ഇമ്പാക്റ്റിനാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റോളക്സ്. ആകെ തമിഴ് കിങ് ചിത്രീകരണത്തിനിടെ ഷാരൂഖ് ഖാന് പരിക്ക്. ഷൂട്ടിംഗ് നിർത്തിവെച്ചു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം ചെയ്യുന്ന കിങ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ബോളിവുഡ് താരം ഷാരൂഖ് ഖാന് പരിക്ക്. പുറത്തേറ്റ പരിക്കിനെ തുടർന്ന് ചികിത്സയ്ക്കായി യുഎസിലേക്ക് പോയ താരം ഇവിടെ നിന്ന് യുകെയിലേക്ക് മാറി. ഇപ്പോൾ കുടുംബത്തോടൊപ്പം യുകെയിൽ വിശ്രമത്തിലാണ്. പരിക്ക് ഗുരുതരമല്ലെന്ന് നിലവിൽ സുഖം പ്രാപിച്ചു വരികയാണെന്നാണ് വിവരം. നേരത്തെ നിശ്ചയിച്ച ശ്രീലങ്ക യാത്ര മാറ്റിവെച്ചു. കിങ്ങിന്റെ ചിത്രീകരണം താൽക്കാലികമായി പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട്. സെപ്റ്റംബറിൽ ഷൂട്ടിംഗ് പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. മുംബൈയിലെ ഗോൾഡൻ ടുബാക്കോ സ്റ്റുഡിയോയിൽ സംഘട്ടന രംഗത്തിന്റെ ചിത്രീകരണത്തിനിടയിലാണ് പരിക്കേറ്റത് എന്നാണ് വിവരം. 1 മാസത്തെ വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഷാരൂഖ് ഖാന്റെ മകൾ സുഹാന ഖാൻ ആദ്യമായി ബിഗ് സ്ക്രീനിൽ എത്തുന്ന ചിത്രമെന്ന പ്രത്യേകതയും കിങ്ങിനുണ്ട്. ദീപിക പദുക്കോൺ, അഭിഷേക് ബച്ചൻ, അനിൽ കപൂർ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. താടിയെടുത്ത് മീശ പിരിച്ച് മോഹൻലാൽ. ചിത്രം പുറത്ത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ദിലീപ് നായകനാകുന്ന ഫഫബയിൽ മോഹൻലാലിന്റെ ലുക്ക് പുറത്ത്. താടി ഡ്രിം ചെയ്ത് മീശ പിരിച്ച ലുക്കിലാണ് മോഹൻലാലിനെ കാണാനാവുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലിനെ മീശ പിരിച്ച് കാണാനാവുന്നതിന്റെ ആവേശത്തിലാണ് ആരാധകരും. ഫഫബയിൽ ദിലീപിന്റെ ചേട്ടനായാണ് മോഹൻലാൽ എത്തുന്നതെന്നും കേൾക്കുന്നു. ദിലീപിനെ നായകനാക്കി ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഫഫബ. ഭയം, ഭക്തി, ബഹുമാനം. ധനഞ്ജയ് ശങ്കർ എന്ന നവാഗതൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ അതിഥി വേഷത്തിൽ മോഹൻലാൽ എത്തുന്നുവെന്ന് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പൂർണ്ണമായും മാസ് കോമഡി എന്റർടൈനർ ആയി അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ദിലീപ്, വിനീത് ശ്രീനിവാസൻ എന്നിവർക്കൊപ്പം ധ്യാൻ ശ്രീനിവാസനും വേഷമിടുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. മെഗാ റിലീസ് അലർട്ട്. ഭാഷ 4Kയിൽ തിരിച്ചെത്തുന്നു. തലൈവർ റീ എൻട്രി തീയതി പുറത്ത്. 30 വർഷം തികയുന്ന ഭാഷയുടെ റീ റിലീസ് തീയതി പുറത്തു വന്നതോടെ ആഹ്ലാദത്തിലാണ് ഫാൻസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ബെല്ലൈക്കൺ അമർത്തുക. ആരാധകരെ ത്രസിപ്പിച്ച് തിയേറ്ററുകളിൽ തലൈവർ ഫീവർ വീണ്ടും എത്തിക്കാൻ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ എക്കാലത്തെയും ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഭാഷ വീണ്ടും വരുന്നു. അതും 4K റെസല്യൂഷനിൽ റിലീസ് ചെയ്ത് 30 വർഷം തികയുന്ന ഈ കൾട്ട് ക്ലാസിക് ചിത്രം ജൂലൈ 18 വീണ്ടും വെള്ളിത്തിരയിൽ എത്തുന്നതിന് സിനിമാ ലോകത്ത് ഒരു സെൻസേഷണൽ ആയി മാറുമെന്നുറപ്പ്. ഇത് വെറും ഒരു റീ റിലീസ് അല്ല, ഒരു ഫിനോമിനൽ തിരികെ എത്തുന്നതാണ്. 1995 സുരേഷ് കൃഷ്ണയുടെ സംവിധാനത്തിൽ പിറന്ന ഭാഷ ഒരു തരംഗമായിരുന്നു. സാധാരണ ഓട്ടോ ഡ്രൈവറായ മാണിക്യത്തിന്റെ മാസ് പരിവേഷമുള്ള ഭാഷയിലേക്കുള്ള കൂടുമാറ്റം അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകരെ ഷോക്കാക്കിയിരുന്നു. രജനീകാന്തിന്റെ സ്റ്റൈലും പഞ്ച് ഡയലോഗുകളും ആക്ഷൻ സീനുകളും നെക്സ്റ്റ് ലെവൽ ആയിരുന്നു. ഞാൻ ഒരു തടവ സ്വന്ന 100 തടവ സ്വന്ന മാതിരി എന്ന ഡയലോഗ് ഇന്നും ട്രെൻഡാണ്. ഈ സിനിമയുടെ മൈൻഡ് ബ്ലോയിങ് ഡീറ്റെയിൽസുകളിലേക്ക് പോയാൽ ഭാഷയുടെ തിരക്കഥ രചന വെറും 10 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കി എന്നറിയുമ്പോൾ നിങ്ങൾ അമ്പരന്ന് പോകും. രജനീകാന്ത് തന്നെയാണ് ഭാഷ എന്ന ടൈറ്റിൽ നിർദ്ദേശിച്ചതും അതനുസരിച്ച് കഥയിൽ ഒരു മുസ്ലിം പശ്ചാത്തലം കൂട്ടിച്ചേർത്തതും ഛായാഗ്രഹണം വെറും 5 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കി എന്നതും അതിശയിപ്പിക്കുന്ന വസ്തുതയാണ്. ചിത്രത്തിലെ വില്ലനായ മാർക്ക് ആന്റണി എന്ന കഥാപാത്രത്തിനായി ആദ്യം ബോളിവുഡിലെ പ്രമുഖ താരങ്ങളെയാണ് പരിഗണിച്ചത്. എന്നാൽ ഒടുവിൽ രഘുവരൻ എന്ന ലെജൻഡറി നടൻ ഈ വേഷം ഏറ്റെടുത്ത് ചിത്രത്തിന്റെ വിജയത്തിൽ നിർണായകമായി. ഇപ്പോൾ ടെക്നോളജിയുടെ ഈ കാലത്ത് 4K റെസല്യൂഷനിലും തിയേറ്റർ ഷേക്കിംഗ് ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റത്തിലും ഭാഷ തിരിച്ചെത്തുമ്പോൾ പഴയ തലമുറയുടെ സിനിമാ പ്രേമികൾക്ക് ഒരു സൂപ്പർ നൊസ്റ്റാൾജിയ ട്രിപ്പ് ഉറപ്പാണ്. ഒപ്പം ഈ കില്ലർ ചിത്രം പുതിയ തലമുറയ്ക്ക് ഒരു മികച്ച കാഴ്ചാനുഭവമായി മാറും. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷവും ഭാഷയുടെ സ്വാധീനം ഒട്ടും കുറഞ്ഞിട്ടില്ല. രജനീകാന്തിന്റെ കരിയറിലെ ഗെയിം ചേഞ്ചർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ചിത്രം ഒരു ബോക്സ് ഓഫീസ് വിന്നർ എന്നതിലുപരി ഒരു ഫീലിംഗ് ആണ്. ഫാൻസ് കാത്തിരിക്കുന്നത് വെറും ഒരു സിനിമയല്ല, ഒരു ഹിസ്റ്ററി വീണ്ടും റൈറ്റ് ചെയ്യുന്നത് കാണാനാണ്. എപ്പിക് റീ റിലീസായി തയ്യാറെടുക്കുക. തിയേറ്ററുകളിൽ പൊളിച്ചെടുക്കാൻ തലൈവർ വീണ്ടും വരുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ബെല്ലൈക്കൺ അമർത്തുക.